മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവൽ ഒരു വിഭാഗത്തിന്റെ മാത്രം പരിപാടിയാക്കി മാറ്റാൻ ശ്രമമെന്ന് ആരോപണം. കാർണിവലിന്റെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തും ജനകീയ സമിതിയും ചേർന്നാണ് നക്ഷത്ര തടാകം മെഗാ കാർണിവൽ നടത്തുന്നത് എന്ന് പറയപ്പെടുന്നു. അതേസമയം ഓഡിറ്റ് തടസ്സം നിലനിൽക്കുന്നതിനാൽ പഞ്ചായത്തിന് കാർണിവൽ നടത്താൻ നിയമപരമായി കഴിയില്ലെന്ന് LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സാംസ്കാരിക കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള ബോസ് ഇവിടെ നമ്മുടെ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, പ്രോഗ്രാം ചാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊക്കെയാണ് നടപ്പാക്കിയതുള്ളത്. എന്താ ജനകീയത ഉള്ളത്? എന്തിനാ ഇന്നത്തെ സുതാര്യത ഉള്ളത്? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള പഞ്ചായത്തും അതേപോലെ തന്നെ ഈ നക്ഷത്ര തടാക സമിതിയും സംയുക്തമായി എന്നുള്ളതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടോ? ആ സ്ഥിരീകരണം ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റിംഗ് വിഭാഗം എഴുതിയിട്ടുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് സെക്രട്ടറിയുടെ മൗനാനുവാദത്തോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുവാദത്തോടുകൂടി നടക്കുന്നു. ഇത് നഗ്നമായ നിയമലംഘനമാണ്. അല്ല, ഇത്തരത്തിലുള്ള സമീപനം സ്വതന്ത്രമായിട്ടുള്ള സംഘാടക സമിതിയാണെങ്കിൽ ആ സംഘാടക സമിതി രൂപീകരണ വേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സബ് കമ്മിറ്റികൾക്കും അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾക്കും എന്ത് വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്? അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള വേദി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ്, പരിശോധനയാണ്. എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ വളണ്ടിയേഴ്സ്, ആര് വളണ്ടിയറാണോ? ഇന്നലെ ഒരു മെമ്പർ വിളിച്ചു ചോദിക്കാണ് എല്ലാ വാർഡുകളിലും 5 പേരുടെ പേര് തരണം. അവരാണോ? അവര് മാത്രമാണ് ആലോചിക്കേണ്ടത്? ആ കമ്മിറ്റി മാത്രം മതിയോ? അപ്പോ നക്ഷത്രത്തിന്റെ ചുമതല, ബിജുവിന്റെ ചുമതല ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വൈകിക്കുക, അങ്ങനെ ഓരോ വിവേചന അധികാരം കൊടുക്കുക. എല്ലാ അധികാരവും അവിടുത്തെ ഈ ഒരു സമിതിയുടെ ഭാരവാഹികളിലും ജനകീയ സമിതിയുടെ ഭാരവാഹികളിലും പഞ്ചായത്ത് പ്രസിഡന്റിലും നിക്ഷിപ്തമാകുക. ഒരു കാര്യം കൂടി അന്തർധാരയിനകത്ത് നടന്നിട്ടുണ്ട്. പ്രസിഡന്റ് തുടക്കം മുതൽ ഇതിൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ആളാണ്. ഇതിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ആളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഇപ്പൊ അദ്ദേഹം സന്ധി ചെയ്ത് വെറും പാവയായി, ആ വാക്ക് വീണ്ടും ഞങ്ങൾ ഉച്ചരിക്കുകയാണ്, വെറും പാവയായി രാഷ്ട്രീയ നിലപാടോടുകൂടി ഈ നാട്ടിലെ ഒരു സാംസ്കാരിക പരിപാടിയെ അധപ്പതിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ജനകീയ രോഷം ബഹിഷ്കരണത്തിലൂടെയല്ല, ഈ കൊള്ളരുതായ്മയെ സംബന്ധിച്ച് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതൊരു ചിലരുടെ കയ്യിൽ മാത്രം നിക്ഷിപ്തമാകുന്ന ഒരു നല്ലൊരു പരിപാടിയായി നല്ലൊരു പരിപാടി ചിലരുടെ കയ്യിൽ മാത്രം ചുരുങ്ങി പോകുന്നതും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വശം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിക്കാൻ നിർബന്ധിതമായത്. വർഗീസ് മൂലം അവിടുത്തെ ഒരു കോൺട്രാക്ടർ നൽകുന്നു. വർഗീസ് മൂലം എന്താ അതിനകത്തുള്ളത്? ഈ നാട്ടിൽ സാധാരണ പൗരന് എന്ത് പ്രാധാന്യം അയാൾക്കുള്ളത്? MLA പത്രസമ്മേളനത്തിൽ വരുന്നവർക്ക് നാട്ടിലെ പ്രമുഖരാവണമെന്നില്ലല്ലോ. MLA പത്രസമ്മേളനത്തിന് MLA വിളിച്ചവർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും മോശക്കാരാണെന്ന് പറയാനൊന്നുമില്ല, വന്നവരാരും മോശക്കാരാണ്. പക്ഷെ വർഗീസ് മോഹനെ വരുമ്പോ എന്തുകൊണ്ട് ഈ കൺവീനർ വിളിച്ചില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. വർഗീസ് മോഹനും അതിന്റെ സംഘാടകത്തിൽ നിൽക്കുന്ന പലരും ഈ പത്രസമ്മേളനത്തിൽ നല്ലൊരു ഭാഗം വഹിക്കുമ്പോൾ ഇതിന്റെ
പരിപാടിയുടെ ഒരു മീഡിയ പബ്ലിസിറ്റിയുടെ ഈ പത്രസമ്മേളനം വിളിക്കുന്നവരാണ്. വിളിച്ചില്ല. നക്ഷത്ര തടാകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നക്ഷത്രം അലങ്കരിക്കല്. അതിന്റെ കൺവീനറാണ് ബിജു. ഒരു സാംസ്കാരിക പരിപാടി 7 ദിവസത്തോടെ പൊതുവേദി നടക്കുമ്പോൾ അതിലുള്ള ചുറ്റുവട്ടങ്ങളെ സംബന്ധിച്ചും അതിന്റെ ആലോചന യോഗത്തിന് മെയിൻ കൺവീനറാണ് ബോസില്ല. പത്രസമ്മേളനം ആരെ അറിയിച്ചു? പത്രസമ്മേളനത്തിന് വിളിച്ചില്ല എന്ന് മാത്രമല്ല, വരാൻ തയ്യാറായവരെ പിന്നാലെ വന്നോളാൻ പറയുന്ന നിലയിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അധപ്പതിച്ചു. ഞങ്ങൾ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്നത് ഞങ്ങളുടെ അറിവിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ അറിഞ്ഞ അറിവാണ്. അത് തെളിവുകളല്ലോ. ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്ക് വേറെ ആൾക്ക് അവർ സമ്മർദ്ദയിലെത്തി. അതുണ്ടായതാണ്. കാരണം യഥാസമയം നക്ഷത്രക്കാരുടെ പൈസ കൊടുക്കാൻ പറ്റിയില്ല. ഈ നക്ഷത്രം തൂക്കുന്ന ആളെ പിന്തിരിപ്പിക്കാൻ എത്രയോ ശ്രമം നടന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും എത്ര കുറച്ച 70,000 കുറവാണ്. 70,000 രൂപ ഇപ്പോൾ വിലക്കയറ്റവും വിലസൂചികയും ഉയരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെക്കാളും 70,000 കുറവിലാണ് നക്ഷത്രം തൂക്കുന്നത്. ആ നക്ഷത്രം തൂക്കുന്നതിന് ഇത്ര പൈസ കൊടുക്കണം. കൊടുത്തില്ല. നക്ഷത്രം പറയണ്ട. അതാ ഞങ്ങൾ പറഞ്ഞത് നക്ഷത്ര ഊഞ്ഞാലടക്കം ഉപയോഗിക്കാൻ കഴിയാത്തതാണെങ്കിൽ അത് വിറ്റ് കാശാക്കി അസറ്റാക്കണമല്ലോ. അത് സൂക്ഷിക്കാൻ ഒരു വർഗീസ് മൂലനോ ആ പ്രദേശത്തെ ഈ മണപ്പാട്ടിയുടെ സംരക്ഷണ സമിതിക്കോ എന്തധികാരം? ഇപ്പൊ ഇവരുടെ പഞ്ചായത്ത് കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിന് പഞ്ചായത്തിന്റെ അസറ്റ് അല്ലേ? ഇതിന്റെ കസ്റ്റോഡിയൻ ആരായിരുന്നു? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. 1500 ബൾബ് കാണാനില്ല. ഒരു ബൾബിന് എത്ര കാശാന്ന് നിങ്ങൾ കണക്കാക്ക്. അത് എല്ലാം ഉപയോഗിക്കാൻ പറ്റാത്തതിലുണ്ട്. ഇപ്പൊ പുതിയ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കണക്കാക്കിയിട്ടാണല്ലോ ഉണ്ടായിരുന്നു. ഇല്ലില്ല. 2018-19 നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ ഒരു സമാഹൃത റിപ്പോർട്ടിലെ ഓഡിറ്റിംഗ് പരാമർശം വന്നിട്ടുള്ളത്. അന്ന് നടന്ന നക്ഷത്ര തടാകവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അനുവാദം വാങ്ങാതെ നടത്തി എന്നുള്ള നിലയ്ക്ക് സെക്രട്ടറിനെ ചുമതലപ്പെടുത്തിയിരുന്നു കമ്മിറ്റി, ഭരണസമിതി. പക്ഷെ സെക്രട്ടറിക്ക് അനുവാദം കിട്ടിയില്ല. പക്ഷെ ഇവര് ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളോ രേഖകളോ റെസിപ്റ്റോ ഒക്കെ സൂക്ഷിച്ചേക്കണതിൽ വല്ലാത്തൊരു പൊരുത്തക്കേട് അന്നത്തെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി അക്കൗണ്ട് ആരുടെ പേര്? അക്കൗണ്ട് തുടങ്ങിയത് തന്നെ ഒരു നക്ഷത്ര തടാകം കമ്മിറ്റി എന്ന് പറഞ്ഞ അക്കൗണ്ട് വഴിയാണ് സൊസൈറ്റിയിൽ ആരംഭിച്ചത്. അതിന് നാഥനില്ല. ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ ആ ചട്ടപ്പടി നടക്കേണ്ടതൊക്കെ അതിനൊക്കെ വയലേറ്റ് ചെയ്ത് പോയപ്പോഴാണ് അന്ന് ഇത് ഈ രീതിയിലേക്കുള്ള അന്വേഷണം. വിജിലൻസ് ഒരു 2 മാസം മുമ്പ് പഞ്ചായത്തിൽ വിജിലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നക്ഷത്ര തടാകത്തിൻ്റെ ഓഡിറ്റിംഗ് പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് എൻക്വയറിക്ക് വേണ്ടി വിജിലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ ഭാഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിന് സർക്കാരിന്റെ അനുവാദം കിട്ടാത്തത്. പക്ഷെ സർക്കാരിന്റെ അനുവാദം കിട്ടുമെന്ന് ഇവർക്ക് താല്പര്യമില്ല. നമ്മളൊരു എല്ലാവരും കൂടി നടത്താൻ ഒരു പരിപാടി ആകുമ്പോൾ അതിന്റെ അക്കൗണ്ടബിൾ ആണല്ലോ. എല്ലാം പൈസ വഴിയല്ലല്ലോ ചെക്ക് വഴി പോകുന്നുണ്ടല്ലോ. ഈ തവണത്തെ പൈസയുടെ ആരുടെയൊക്കെ പേരിൽ അക്കൗണ്ട് ചേർന്നിട്ടുണ്ട്, എന്ന് അക്കൗണ്ട് ചേർന്നു ഇതേപോലെ പത്രസമ്മേളനത്തിൽ വിശദീകരിക്കണം. കാരണം അക്കൗണ്ട് ചേരാതെ ഒരു പൈസ പോലും കൈപ്പറ്റാൻ പറ്റില്ലല്ലോ. ഈ പൈസ നിലവിലുള്ള സമിതിയുടെ പൈസ 4.5 ലക്ഷം രൂപയിൽ നിന്ന് 1 രൂപ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്ക് പോയി, ആരുടെ അക്കൗണ്ട് നോക്കണം. അത് ഞങ്ങളുടെ ഇപ്പം നിലവിൽ ലഭ്യമായ അറിവിലാണ് പറയണത്. ഞങ്ങൾ പറയുന്നതിലുള്ള വിരുദ്ധമാണ് ഈ കാര്യം നടന്നതെങ്കിൽ ഞങ്ങൾ തീരാനും ജനങ്ങളുടെ മുമ്പിൽ പറയണതാണ്. ഞങ്ങൾ തിരിച്ചു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇന്നാണ് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളൊരു അന്വേഷണമായി ഇങ്ങനെ ഒന്നുമല്ല, ഞങ്ങളതിന് ഉറച്ചിട്ടില്ല. ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംശയം. ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ നക്ഷത്ര ഊഞ്ഞാലെവിടെ? അത് ആരുടെ വീട്ടിൽ? ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പോകുന്നു. അങ്ങനെ സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര എണ്ണം എവിടെ ചുമതലപ്പെടുത്തി? കാർണിവലിനായി കഴിഞ്ഞ വർഷം വാങ്ങിയ 2000-ഓളം ബൾബുകൾ കാണാനില്ലെന്നും 85,000 രൂപ മുടക്കി നിർമ്മിച്ച നക്ഷത്ര ഊഞ്ഞാൽ അപ്രത്യക്ഷമായതായും LDF ആരോപിച്ചു.
CPM ലോക്കൽ സെക്രട്ടറി PN അനിൽകുമാർ, മനോജ് നാൽപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PJ ബിജു, ഷിബു പറമ്പത്ത്, സതീഷ് ഷാജി, ബിൻസി ജോയി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം മെഗാ കാർണിവലിനോടനുബന്ധിച്ച് സ്ഥാപിച്ച കൂറ്റൻ പപ്പാഞ്ഞി നിലം പൊത്തിയ നിലയിൽ കാണപ്പെട്ടത് ദുരൂഹത ഉയർത്തി. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. അങ്കത്തട്ടിൽ അടർക്കലി ഇവളമ്പിൻ തുമ്പിൽ ചുണപ്പുലി, അങ്കത്തട്ടിൽ കരുത്തെഴും വമ്പിൻ കൊമ്പിൽ നിലവൊളി, അങ്കത്തട്ടിൽ അടർക്കലി ഇവളമ്പിൻ തുമ്പിൽ ചുണപ്പുലി. പെൺകരുത്തിന് പൊൻകരുതൽ. അഭിഷേകം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, PA കുര്യാക്കോസ് ടവർ, സെൻട്രൽ ജംഗ്ഷൻ, അങ്കമാലി.